ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്ന് ഗൈഡൻസ് എടുക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ തന്നെ ലവ് റീഡിംഗ് കൂടി ഞാൻ ആഡ് ചെയ്യും. സോ ക്യാപ്ഷനിൽ അങ്ങനെ തന്നെ കൊടുക്കാം, ഞാൻ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മെമ്പർഷിപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലുള്ള വീഡിയോസ് ഞാൻ ഇന്ന് തന്നെ വേഗം ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്, സോ ദാറ്റ് നിങ്ങൾക്ക് എന്താണതിൽ എന്നറിയാൻ. ഓക്കെ, മെമ്പർഷിപ്പിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, അഗൈൻ ഞാൻ പറഞ്ഞിരുന്നു 2-3 ലെവൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എന്നോട് കണക്ട് ചെയ്യാൻ, അതായത് നിങ്ങളുടെ കമൻസ് ഒക്കെ മേലെ കാണും. ഓക്കെ, മെമ്പേഴ്സ് ആകുമ്പോൾ അപ്പോൾ അതിന് ഒരു റിപ്ലൈ തരാൻ എനിക്ക് സാധിക്കുമെന്തെങ്കിലും അത് എടുത്ത് കാണും, അതുകൊണ്ടാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഓപ്ഷനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആൻഡ് പിന്നെ സെക്കൻഡ് ലെവലിലേക്ക് വീഡിയോസായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ആൻഡ് ഷോർട്സ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ആൻഡ് ഷോർട്സ് ഉണ്ടാവും. ആൻഡ് തേർഡ് ലെവലിൽ ആക്ച്വലി ഞാൻ കുറച്ച് അങ്ങനെ വെച്ചത് എന്താണെന്ന് വെച്ചാൽ അതിൽ ലൈവ് റീഡിംഗ് കൊണ്ടുവരാനാണ്. സോ അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു അവസരവും ഞാൻ ലൈവ് റീഡിംഗ് ആയിട്ട് വന്നിരുന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് തരാനുള്ള മാക്സിമം ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചെറിയ ചെറിയ ഇതായിരിക്കും. അതിലും എത്ര പേര് ചോദിക്കുന്നു അതിനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. ആൻഡ് അതിനൊക്കെ ഒരു ചെറിയ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് എനിക്ക് നോക്കാനുണ്ട്. ബട്ട് എനിവേ, അത് വീക്ക്ലി അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. വീഡിയോസ് ആൻഡ് ഷോർട്സ് എന്തായാലും ഉണ്ടാവും. ആൻഡ് ലൈവ് റീഡിംഗ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക്. ഓക്കെ, അടുത്ത ആഴ്ച ഞാൻ ട്രൈ ചെയ്യാം. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ആദ്യം വീഡിയോസും ഷോർട്സും ഒക്കെ ഒന്ന് ഇട്ട് തുടങ്ങിയിട്ട് ലൈവ് റീഡിംഗ് ഞാൻ കൊണ്ടുവരാം. സോ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇടയിൽ ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഫ്രീ റീഡിങ്ങും ഞാൻ വയ്ക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. ഇല്ല എന്നല്ല, ഓക്കെ, അതിനുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കും. അതും നമുക്ക് അതും ഇടയിൽ മന്ത്ലി വൺസ് അങ്ങനെ എന്തെങ്കിലും അതും ഞാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ ഗൈഡൻസ് എടുക്കുന്നുണ്ട് ഞാൻ. ആൻഡ് മെമ്പേഴ്സ് ഓൺലി വീഡിയോ കൂടി ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ആദ്യം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് എന്താ പറയുന്നത്, ആൻഡ് റിലേഷൻഷിപ്പ് രണ്ടും നോക്കാം. ഓക്കെ, ആദ്യം ഗൈഡൻസ് കാർഡ്സ് നിങ്ങളോട് ഇന്ന് എന്താ പറയുന്നത്. 3 of Cups, 8 of Swords and 10 of Pentacles. ഓക്കെ, സി ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഒരു സെലിബ്രേഷൻ ഉണ്ട്, ഒരു ആഘോഷമുണ്ട്, ഒരു അബണ്ടൻസ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഫാമിലി, നിങ്ങൾ എന്തെങ്കിലും സെലിബ്രേഷന് പോകുന്ന കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു സെലിബ്രേഷൻ, ഒരു ഹാപ്പി ഫീലിംഗ് എന്ന രീതിക്ക് എനിക്ക് ഫ്രണ്ട്സുമായിട്ടായിരിക്കാം, ഫാമിലിയുമായിട്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു സ്റ്റക്ക് ഫീലിംഗ് കാണുന്നുണ്ട്. ഓക്കെ, ഒരു ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുന്ന പോലെ. അഗൈൻ ഇവിടെ സ്റ്റാർ ഉണ്ട്, 10 of Wands ഉണ്ട്. നിങ്ങൾക്കൊരു ബേർഡൻ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഹോപ്പ്ഫുൾ എന്ന രീതിക്കുമാണ് പറയുക. സ്റ്റാർ എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു പ്രതീക്ഷ, ഒരു വിഷ് മേ ബി. ഓക്കെ, നമ്മൾ പറയില്ലേ, എല്ലാം ഉണ്ടെങ്കിലും എവിടെയോ നമ്മുടെ ഉള്ളിൽ എന്തോ ഇല്ലാത്തൊരു ഭാരം ഫീൽ ചെയ്യാമെന്ന് പറയില്ലേ, എനിക്ക് അങ്ങനെയാണൊരു ഫീലിംഗ് വരുന്നത്. എവിടെയോ നിങ്ങൾ പെട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. മേ ബി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ എനിക്കിന്ന് നെഗറ്റീവായിട്ട് വായിക്കാനോ തോന്നുന്നു. കാരണം ഇവിടെ 10 of Wands ഉണ്ട്. ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരുപാട് ഭാരങ്ങൾ താങ്ങി, പ്രഷർ താങ്ങി നിങ്ങൾക്ക് മതിയായിട്ടുണ്ട് എന്ന രീതിയിലാണ്. സോ ഇതിവിടെ മേ ബി എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിങ്ങൾക്ക് മതിയായിട്ടുണ്ടാവും. ഓക്കെ, എല്ലാവർക്കും വേണ്ടിയെല്ലാം ചെയ്തു കൊടുത്ത് നിങ്ങൾക്ക് മതിയായി കാണാം. നിങ്ങൾ അതിൽ പെട്ട് നിൽക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതിലൊരു സന്തോഷമല്ല നിങ്ങൾ അനുഭവിക്കുന്നത്. ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളുണ്ടാവും, ഇപ്പോഴത്തെ ഫാമിലിയുടെ കാര്യങ്ങളുണ്ടാവും, ജോലിയുടെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ഫാമിലിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, ഫ്രണ്ട്സിനെയും ഇടയിൽ കൂടെ ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടി ഐ തിങ്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ആ ഒരു സാക്രിഫൈസ് ഐ തിങ്ക് നിങ്ങൾക്കതിൽ ഇങ്ങനെ പെട്ട് നിൽക്കുന്നതായിട്ട് തോന്നുകയാണ്. നിങ്ങളൊരു പെർഫോമൻസ് ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും പോസിറ്റീവ് കാർഡ്സ് ആണ്. പക്ഷേ ഇവിടെ ഈ 2 കാർഡ്സ് തന്നെ, ആൻഡ് ഇവിടെ ജസ്റ്റിസും ഉണ്ട്. സോ എവിടെയോ യെസ് കിങ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ നിങ്ങൾ ആക്ച്വലി മറ്റുള്ളവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെൻസ് ആവണം നിർബന്ധമില്ല, ലേഡീസ് ആയാലും എല്ലാവർക്കും കെയർ ചെയ്യണം, എല്ലാവരെയും കാര്യങ്ങൾ നോക്കണം, എല്ലാം ചെയ്തു കൊടുക്കണം, ഫൈനാൻഷ്യലി സെക്യൂർ ആക്കണം, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് എല്ലാവരെയും നോക്കണം, എല്ലാവരുടെയും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അങ്ങനെ എല്ലാം ചെയ്ത് നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥ, നിങ്ങൾക്കത് ചെയ്തേ പറ്റൂ എന്ന രീതിക്ക് ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, കാരണം ഇവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതൊക്കെ തനിച്ച് താങ്ങി മതിയാവുന്ന ഒരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ബേർഡനായിട്ട് നിങ്ങളുടെ മേലെ ഫീൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എവിടെയോ ഒരു ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ബേർഡൻ പുറത്തു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ന്യായം ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും തിരിച്ച് ഒരു എന്താ പറയുക, തിരിച്ച് നിങ്ങൾക്ക് സ്നേഹം കിട്ടാനായാലും നിങ്ങൾക്കൊരു കെയർ കിട്ടാനായാലും ഐ തിങ്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. എവിടെയോ നിങ്ങളുടെ മേലെ ഐ തിങ്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. ഫാമിലിയുടെ ആയിരിക്കാം, ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം,
ചിലതൊക്കെ നമ്മൾ ഈ 10 of Wands പറയുന്നത് നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ മേത്തെടുത്ത് വെക്കുന്നതാണെന്ന് പറയും. ആൻഡ് ഇത് പെട്ട് നിൽക്കുന്നു എന്നുള്ള തോന്നൽ അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലതൊക്കെ ഒഴിവാക്കാം. ഓക്കെ, എല്ലാമല്ല. ഓക്കെ, ചിലപ്പോൾ എല്ലാം സാധിച്ചൊന്നുമില്ല, പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇതിവിടെ എനിക്ക് നിങ്ങളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാം ഓക്കെ ആണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളിതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കോർ ഫീലിംഗ് ഇതാണ്. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു പെട്ട് നിൽക്കുന്നു, എനിക്കിതൊക്കെ ചെയ്യേണ്ടി വരുന്നു, ഞാൻ എത്ര ചെയ്യും, എനിക്ക് താങ്ങി പറ്റുന്നില്ല എന്ന രീതിക്കുള്ള തോന്നലാണ്. ആൻഡ് ഇവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട് ആൻഡ് സ്റ്റാർ കാണുന്നുണ്ട്. സോ നിങ്ങൾ എവിടെയോ ആഗ്രഹിക്കുന്നു, ഒരു ഹീലിംഗ് ആഗ്രഹിക്കുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെല്ലാം, ബട്ട് എവിടെയോ നിങ്ങൾ തളരുന്ന ആ ഒരു ഇതാണ് എനിക്ക് കാണുന്നത്. ബട്ട് ഇവിടെ ഹീലിംഗ് വരും എന്നുള്ളൊരു ഹോപ്പ് കൂടിയാണ് നമുക്ക് തരുന്ന യൂണിവേഴ്സ്. ഓക്കെ, ജസ്റ്റിസ് ആൻഡ് ഇത് പറയുന്നത് ശരിക്കും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക, വിട്ടുകളയാൻ പറ്റുന്നത് വിട്ടുകളയാൻ ശ്രമിക്കുക, അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം എന്നാണ്. ഓക്കെ, ഈ ഭാരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിലെ ഫാമിലിയിലെ ജോലി സ്ഥലത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈവൻ ഫ്രണ്ട്സിനോട് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക. അതായത് ഓക്കെ ഞാൻ ഇന്ന കാര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടോ, നിങ്ങൾക്ക് സാധിക്കുമോ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഫാമിലിയുടെ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് ഫാമിലിക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് എത്രത്തോളം നിങ്ങൾക്ക് പറ്റും നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം ചെയ്യുക, അല്ലാത്തത് നിങ്ങൾ തോന്നുന്നത് ഞാൻ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ പെട്ട് നിൽക്കുകയാണ് എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരുന്നത്. പക്ഷെ അത് തെറ്റായ ഒരു ചിന്തയാണ്. നിങ്ങൾക്ക് ചിലത് ഒഴിവാക്കാം. കാരണം നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഞാനത് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെന്നോട് പിണങ്ങിയാലോ അവർക്ക് വിഷമമായാലോ അവരെ ഞാൻ വേദനിപ്പിച്ചാലോ എന്ന രീതിക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയാണ്. ബട്ട് എല്ലാം അങ്ങനെ നമുക്ക് എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്താൻ സാധിക്കില്ല. നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക, അതും ആലോചിക്കൂ. ഓക്കെ, എവിടെയോ നിങ്ങൾക്ക് ന്യായം വരും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സ്റ്റാറിൻ്റെ ഹീലിംഗ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു സ്ട്രെസ്ഡ് ഫേസ് കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ലൈഫ് തന്നെ എൻജോയ് ചെയ്യുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് സന്തോഷങ്ങളൊക്കെ വന്നാലും അതെവിടെയോ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ബിക്കോസ് എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ നിങ്ങൾക്കിതിന് ഗൈഡൻസ് ആയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് എനിക്കിത് കാണുന്നത്. നിങ്ങൾക്കുണ്ട്, അബണ്ടൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് നിങ്ങൾക്ക്. പക്ഷെ എവിടെയോ ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഒരുപാട് ഭാരമായിട്ട് കിടക്കുന്നുണ്ട്. അതിനെ ഒന്ന് ഒഴിവാക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. അതാ പറഞ്ഞത്, നിങ്ങൾ പെട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നതിൽ നിങ്ങൾ തന്നെ പുറത്തു വരാൻ ശ്രമിക്കണം. ഐ തിങ്ക് ആ ഇമോഷൻസ് ഒരുപാട് മേലെ വരുന്നുണ്ടാവാം. പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ന്യായത്തിൻ്റെ കാര്യം, ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. ഓക്കെ, ഓക്കെ, വൺ മോർ. Don't let pride get in your way. ഓക്കെ, ഇവിടെ ഇത് കുറച്ചൊരു പ്രൈഡ് എന്ന് പറയുമ്പോൾ അഹങ്കാരം എന്ന രീതിക്കല്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അവനവനെക്കുറിച്ചുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മൾ പറയില്ലേ, എന്തായാലും വാക്ക് പറയാം, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഓക്കെ മറ്റുള്ളവർ നിങ്ങളെ താഴ്ത്തി കാണും എന്ന രീതിക്ക് നിങ്ങളുടെ ഉള്ളിൽ ചിന്തയുണ്ടാവും. മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾ താണു പോകും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളിതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, പുറമേ ഒരു മുഖം വെച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന പോലെ. പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ എന്തോ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. ആൻഡ് നിങ്ങളോട് പറയുന്നത് കുറച്ചൊക്കെ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി, ഓക്കെ, മേ ബി പ്രഷറുകൾ, നിങ്ങൾ സ്വയം എടുക്കുന്ന പ്രഷറുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ കാര്യങ്ങൾ, എന്ത് നെഗറ്റിവിറ്റി ആണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് ഒന്ന് കുറച്ച് റിലീസ് ചെയ്ത് കളയാൻ പറയുന്നുണ്ട്. ആൻഡ് ലൈഫിലുള്ള ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ അതിനെ റിലീസ് ചെയ്ത് കളയാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് ഡോണ്ട് ലെറ്റ് പ്രൈഡ് അഗെയിൻ. ഓക്കെ, നിങ്ങൾ ആരുടെയും മുമ്പിൽ ഒന്നും നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും തീർച്ചയായിട്ടും. നിങ്ങൾക്ക് അതിന് വേണ്ടി ഒന്നും എക്സ്ട്രാ അങ്ങനെ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കാണിക്കേണ്ടി വരുമ്പോഴാണ് ഈ സ്ട്രെസ്സും പ്രഷറും ഒക്കെ വരുന്നതും. ഓക്കെ, സോ എവിടെയോ നിങ്ങളൊരു വളരെ സ്റ്റഡി ആയിട്ട് വ്യക്തിയായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ, സൊസൈറ്റിയുടെ മുമ്പിൽ, ഫാമിലിയുടെ മുമ്പിലൊക്കെ. പക്ഷെ അത് നിങ്ങളെ കൂടുതൽ തളർത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സോ ഇവിടെ യെസ്, അതിന് നിങ്ങളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ റിലീസ് നെഗറ്റിവിറ്റി. ഓക്കെ, കുറച്ച് റിലീസ് ചെയ്ത് വിടാം. ഓക്കെ, ആൻഡ് സോ യെസ്, നിങ്ങൾക്കൊരു റെസൊല്യൂഷൻ വരും. കുറച്ച് മാറ്റങ്ങൾ ഐ തിങ്ക് നിങ്ങൾ തന്നെ വരുത്തേണ്ടതുണ്ടാവാം, അതായിരിക്കാം. ഓക്കെ, ഞാൻ ഇതിൽ തന്നെ ഒരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കൂടി ഒന്ന് നോക്കിയേക്കാം. റിലേഷൻഷിപ്പ് കാണുന്ന ആൾക്കാർക്ക് ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആണ്, നിങ്ങൾ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടി റീഡിങ് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻ ഉണ്ട്,
അതെന്ത് ബന്ധമായാലും ശരി. ഓക്കെ, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഒരു ഇഷ്ടം, സ്നേഹം എന്ന രീതിക്ക് നിങ്ങൾക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു ഗൈഡൻസ് എടുക്കാം. ഇന്നത്തെ ദിവസം റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്? ഈ ആക്ച്വലി ഫുൾ മൂണൊക്കെയാണ്. ഫുൾ മൂണിൻ്റെ എനർജീസ് കുറച്ച് നടക്കുന്നുണ്ട്. സോ ഒരു വിഷമം, സ്ട്രെസ്സ് ഒക്കെ നമുക്ക് ആക്ച്വലി കൂടുതൽ ഫീൽ ചെയ്യാനുള്ള സമയമാണ്. അതുകൊണ്ടൊക്കെയാണ് നെഗറ്റീവായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ലേശം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ എന്താ കാണുന്നത്? കാർഡ്സ് എന്താ പറയുന്നത്? നൈറ്റ് ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത്, 3 of cups, 5 of wands and hangman. 3 of wands and justice. Again justice. Okay, കുറച്ച് ഐ തിങ്ക് ജനറൽ റീഡിങ്ങുമായിട്ട് ഇവിടെ ചെറിയ റെസനേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 8 of cups. ഓക്കെ, നൈറ്റ് ഓഫ് വാൻസ് പറയുമ്പോൾ ഇവിടെ എനിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് കാണുന്നത്. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിങ്ങൾക്കൊരു അട്രാക്ഷൻ, അറ്റാച്ച്മെൻറ്റ് അങ്ങനത്തെ രീതിയിൽ പറയാം. ഒരു റിലേഷൻഷിപ്പിൻ്റെ പുതിയതായിട്ട് വരുന്ന രീതിക്കല്ല, ഇത് ഓൾറെഡി ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന, പുതിയ റിലേഷൻഷിപ്പ് അല്ല. ഓക്കെ, സോ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇവിടെ. ആക്ച്വലി ഒരു സ്ട്രോങ് കണക്ഷൻ ആണിത് നിങ്ങളുടെ ലൈഫിൽ. ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന രീതിക്കാണ് നമ്മൾ ഇതിനെ എടുക്കാറ്. ഓക്കെ, ഇവിടെ പക്ഷേ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് എനിക്ക് കാണുന്നുണ്ട്. ഒന്ന് തേർഡ് പാർട്ടി ആയിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി എനർജീൻ്റെ കോമ്പറ്റീഷൻ എനർജി ഉണ്ട് ഇവിടെ എനിക്ക്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നിങ്ങൾക്ക് അഗൈൻ ഇതിൽ ജനറൽ റീഡിങ്ങിൽ 8 of swords വന്നിരുന്നു. പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിലും ഹാങ്മാൻ സിറ്റുവേഷൻ പറയുന്നുണ്ട്. സോ ഹാങ്മാൻ പറയുന്നതും നമ്മൾ സ്റ്റക്ക് എന്ന രീതിക്കാണ് പറയുക. ഒരു സറണ്ടറിങ് അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് എന്നും പറയാം. സോ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, ആ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട്, അതായത് മുന്നോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, അത് മുന്നോട്ട് അനങ്ങുന്നില്ല എന്ന് ഉണ്ട് ബന്ധം. ഓക്കെ, ബന്ധമുണ്ട് എന്ന് മാത്രം, പക്ഷെ എവിടെയോ അത് ഇടയിലിടയിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ, കാരണം അവർക്ക് ലൈഫിൽ വേറെയും ചില കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും. അതായത് വേറെ വ്യക്തികളുമായിട്ട് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. അതിപ്പോൾ അഗൈൻ ജോലി സ്ഥലത്താവാം, ഫ്രണ്ട്സ് ആവാം, എന്തുമാവാം. ഓക്കെ, ജസ്റ്റ് ഞാൻ തേർഡ് പാർട്ടി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ആരുമാവാം. ഫാമിലി ആയിരിക്കാം, ഫാമിലിക്ക് റെസ്പോൺസിബിലിറ്റി ഇവർ ചെയ്യാനുണ്ട് എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അവരുടെ അറ്റൻഷന് വേണ്ടിയിട്ട് ഓക്കെ പലരും ഉണ്ട് എന്ന രീതിയിൽ, അതായത് അവരുടെ അറ്റൻഷൻ ഇപ്പോൾ ഫാമിലിക്ക് കൊടുക്കേണ്ടി വരും, കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും, കാര്യങ്ങൾക്ക് അവർ ചെയ്യാനുണ്ടാവും. അതിന് ഇവിടെ ഒരു കോമ്പറ്റീഷനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സിറ്റുവേഷൻ. ഓക്കെ, ഒരു തേർഡ് പാർട്ടിയുടെ എക്സിസ്റ്റൻസ് വളരെ ക്ലിയർ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അറ്റൻഷൻ തരാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊരു സമയം തരാൻ പറ്റുന്നില്ല എന്ന രീതിക്കൊക്കെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, ആ ഒരു ഫീലിങ്സ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ ആക്ച്വലി നോക്കുമ്പോൾ ഒരു അനക്കം കാണാനില്ല. ഓക്കെ, അതിവിടെ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, ഒരു മൂവ്മെൻറ്റ് ഇല്ല എന്ന രീതിയിലാണ്. അത് തേർഡ് പാർട്ടിയും കോൺഫ്ലിക്റ്റും എല്ലാം അവരുടെ ലൈഫിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും, അതുമായിരിക്കാം. ആൻഡ് യെസ്, ഇവിടെ മെയിൻലി അവർ സാക്രിഫൈസ് ചെയ്യുന്ന പോലെയാണ്, അതായത് നിങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്ന പോലെ. അതായത് നിങ്ങളുടെ ബന്ധത്തിന് അവരിപ്പോൾ സമയം കൊടുക്കാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല. അവരപ്പോൾ വേണം വെച്ച് അതിനെ ഒന്ന് സാക്രിഫൈസ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, അതായത് ഇത് നടക്കില്ല അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിൽ ചിന്തിച്ച് അവരതിനിപ്പോൾ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന പോലെയാണ്. ഒരു ആക്ഷനും അവരുടെ ഭാഗത്തു നിന്ന് കാണുന്ന പോലെയല്ല. ഇതിപ്പോൾ ഇവിടെ യെസ് നൈറ്റ് ഓഫ് വാൻഡ്സ് നമ്മളൊരു ആക്ഷൻ എന്ന് വിളിക്കാം. നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിട്ടോ സംസാരിക്കുന്നതായിട്ടോ ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അടുപ്പം എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. പക്ഷേ അഗൈൻ ഈ ഒരു സിറ്റുവേഷൻ അത്ര അങ്ങോട്ട് ഒരു 3 of wands പ്ലാനിങ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ ജസ്റ്റിസ് ചെയ്യണം നിങ്ങളോട് എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ന രീതിക്കൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. ന്യായം ചെയ്യണം, ന്യായം ചെയ്യുന്നില്ല എന്ന രീതിക്കൊക്കെ അവർക്ക് അറിയാം. ഞാനിവിടെ 8 of cups കാണുന്നുണ്ട്. നിങ്ങൾ വിട്ടുപോകുക എന്നൊരു ടെൻഷനുള്ള പോലെയാണ് എനിക്ക്. അവർ മാറിപ്പോയതായിട്ടല്ല, എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സിലെവിടെ ഒരു പേടിയുണ്ട് കേട്ടോ. അവർ വേണ്ടത് ചെയ്തില്ലെങ്കിൽ, ന്യായം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകും എന്ന രീതിക്കൊരു പേടി അവരുടെ ഉള്ളിലുള്ള പോലെയുണ്ട്. അവർ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഇത് സിറ്റുവേഷൻ ഓവറോൾ ആണ് നമ്മൾ പറയുന്നതെന്ന്. നമുക്ക് മുന്നോട്ട് എന്തായിരിക്കും എന്നുകൂടി ജസ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ, ഈ സിറ്റുവേഷനിൽ മൂൺ കാർഡ്. ഓക്കെ, 4 of cups. വല്ലാത്ത ആക്ച്വലി യെസ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ
ഞാൻ പറഞ്ഞില്ലേ ഒട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സമയം തരുന്നില്ല, നിങ്ങളോട് ഷെയർ ചെയ്യുന്ന എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എവിടെയോ ഒരു പലതും മറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പല കാര്യങ്ങളും ആക്ച്വലി അവർ വളരെ ഇമോഷണലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവരും ഒരു സ്റ്റഡി ആയിട്ടല്ല ഇപ്പം നിൽക്കുന്നത്. 4 of Cups ആണ്, എല്ലാം മനസ്സിൽ വെച്ചിരിക്കുന്ന പോലെയാണ്. സോറി, അവർ എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെയാണ്, ഒന്നിലും താല്പര്യമില്ലാത്ത ഇരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. മൂൺ കാർഡ് വളരെ എന്തൊക്കെയോ മനസ്സിൽ ഹിഡൻ ആയിട്ടുണ്ട്, കിടക്കുന്നുണ്ട്. ഇമോഷൻസും ഉണ്ട്, പ്ലസ് അവർക്ക് ചില കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയുന്നില്ല. അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളോട് തുറന്നു പറയുന്നുണ്ടാവില്ല. 7 of Pentacles കാണുന്നുണ്ട്. സോ ഇതിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എല്ലാം ഒരു പോസ്റ്റ് സ്റ്റേജ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇത് അഗൈൻ ഹാങ്മാനും ഇതൊക്കെ പറയുന്നത് ഒരു സ്ലോ എന്ന രീതിക്ക് എടുക്കാം, സ്റ്റക്കാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഇല്ല എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഒരു ഗ്രോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. ഇതിവിടെ അഗൈൻ നമ്മൾ കാര്യങ്ങൾ എന്തെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പിന്നെ മാറ്റങ്ങൾ വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ എല്ലാം ഒന്ന് പോസിൽ നിൽക്കുന്ന പോലെയാണ്. അഗൈൻ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. ഈ സിറ്റുവേഷനൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന പോലെ. അവർ മനസ്സിൽ നിങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുണ്ട്, നിങ്ങളോട് ന്യായം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഇപ്പോൾ അവർ ഒന്നിനും ഒരു താല്പര്യം വരുന്നില്ല അവർക്ക്. ബിക്കോസ് അവർ മൈൻഡ് കോൺഫ്ലിക്റ്റഡ് ആണ്, അവർ ഒരുപാട് കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആണ്. നിങ്ങളോടുള്ള സ്നേഹമില്ലാഞ്ഞിട്ട് എന്ന രീതിക്കല്ല പറയുന്നത്, പക്ഷേ എവിടെയോ അവർക്കൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അവരുടെ ലൈഫ് അങ്ങനെയാണ്, അവരതിൽ ഇതായി നിൽക്കുന്ന പോലെയാണ്. എൻ്റെ ഇവിടെ ഇൻഡിപെൻഡൻ്റ് കാണുന്നുണ്ട്. അവർ എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിൽക്കാൻ. യെസ്, ഒരുപാട് കോൺഫ്ലിക്റ്റിൻ്റെ കാർഡ്സൊക്കെയാണ് വരുന്നത്. ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടല്ല. ഓക്കെ, തീർച്ചയായിട്ടും ആഗ്രഹങ്ങളുണ്ട്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, നേരത്തെ നമ്മൾ ഏസ് ഓഫ് വാൻസ് കണ്ടു. യെസ്, തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന രീതിക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ എവിടെയോ അവർ പലതും നിങ്ങളുടെ അടുത്ത് പറയാതെ മാറ്റി വയ്ക്കുകയാണ്. ബിക്കോസ് മേ ബി സംസാരിച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരും എന്ന് പേടിച്ചിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യില്ല, നിങ്ങൾ ചില കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും, ചോദിക്കും, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ എവിടെയോ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. പല കാര്യങ്ങളിലുമായിട്ട് അവർ ഡിവൈഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ശരിക്കും എല്ലാത്തുനിന്നും ഒന്ന് മാറി തനിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബട്ട് യെസ്, അവരുടെ മനസ്സിലെവിടെയോ യെസ് ഡീപ്പ് ആഗ്രഹങ്ങളുണ്ട്, നിങ്ങളുമായിട്ട് വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ആക്ഷനായിട്ട് എനിക്ക് കാണുന്നില്ല. സോ ഈ ഒരു ഫുൾ മൂൺ സമയത്ത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ബി കെയർഫുൾ. ഓക്കെ, കുറച്ച് ദിവസം ഒന്ന് സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കണ്ട, അതങ്ങനെ പോട്ടെ. ഓക്കെ, ഈ ഒരു സമയം നമുക്ക് കടന്നു പോകും തന്നെ വിചാരിക്കാം. ആ മൂണിൻ്റെ ഫേസ് ഒന്ന് കുറച്ച് മാറട്ടെ. ഓക്കെ, സോ കുറച്ച് കൺഫ്യൂഷൻ ആണ് ഇപ്പോൾ സമയത്ത്. ഓക്കെ, ലെറ്റ്സ് സീ. ഫിയറി ക്ലൈമാക്സ് അപ്രോച്ചസ്, ഫുൾ മൂൺ ഇൻ ഏരീസ്. ഫുൾ മൂണും ആണിപ്പോൾ അല്ലേ കഴിഞ്ഞത്. ഓക്കെ, ഇന്ന് മീൻസ് ഫസ്റ്റിന് യു ആർ ഗുഡ് ഇനഫ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. ഓക്കെ, നിങ്ങൾ കുറച്ച് ഗൈഡൻസ് ആയിട്ട് എടുക്കാം ഞാൻ. ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ. luck is on your side. Okay, good. See, കാര്യങ്ങൾ ബെറ്റർ ആവും. നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ. സി, നിങ്ങളിപ്പോൾ സപ്പോസ് സെപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഓക്കെ, ഇതെല്ലാം നമ്മൾ യൂണിവേഴ്സിൽ മീൻസ് ഏതൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ അറിയാലേ, എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇന്നുള്ള നാളെ, ഇന്ന് ചിന്തിക്കുന്നതല്ല നാളെ ചിന്തിക്കുക. ഓക്കെ, ഇന്ന് നടക്കുന്നതല്ല നാളെ നടക്കുക. സോ എന്തെങ്കിലും സിറ്റുവേഷൻസും സാഹചര്യം മാറി വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ തോട്ട്സും ചിന്തകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഒന്നും അങ്ങനെ എന്താ പറയുക, നിങ്ങളിപ്പോൾ പേഴ്സൺ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഇത് ഫുൾ ലൈഫ് ലോങ് എന്ന രീതിക്കല്ല പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൻ്റെ ബേസിസിലാണ് പറയുന്നത്. സോ അത് അവിടെ ഇരിക്കട്ടെ, അത് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇങ്ങനെ കല്ലിൽ കുത്തിവെച്ച പോലെ അല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, സോ മാറും, സിറ്റുവേഷൻ ചേഞ്ച് വരും എന്നാണ് പറയുന്നത്. ആൻഡ് ഫിയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. ഓക്കെ, യെസ്, ചില കാര്യങ്ങൾ മാറി വരും, നിങ്ങൾക്ക് ഒരു വ്യക്തത വരും, കുറച്ചുകൂടി ഒരു ചില കാര്യങ്ങൾ എൻഡാവുന്ന എൻ്റെ എന്നല്ല, ഇവിടെ എനിക്കൊരു തീരുമാനം വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് യെസ്, ഒരു പാഷനേറ്റ് ആയിട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു നമുക്ക് പ്രതീക്ഷിക്കാം, അവരുടെ ഭാഗത്തുനിന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ സംസാരമൊക്കെ പ്രതീക്ഷിക്കാം. യു ആർ ഗുഡ് ഇനഫ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവനവനെ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അവിടെ നിങ്ങളുടെ വാല്യൂവിനല്ല അത് കാണിക്കുന്നത്. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാവാം, അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവാം, അവരെന്തെങ്കിലും ചിന്തിക്കുന്ന രീതിയിലായിരിക്കാം. ഒരിക്കലും അത് നിങ്ങളെക്കുറിച്ചാണ് എന്ന് നിങ്ങൾ കരുതണ്ട. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്നെക്കാൾ ബെറ്റർ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ, യു ആർ ഗുഡ് ഇനഫ്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹനാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ആദ്യം
നിങ്ങളെ തന്നെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ സ്വയം തിരിച്ചറിയാം. യു ആർ ഗുഡ് ഇനഫ്. ഓക്കെ, ഐ ആം ഗുഡ് ഇനഫ് എന്ന് പറയാം. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ ബെസ്റ്റ് ആണ് എന്ന് നിങ്ങൾ പറയാൻ പഠിക്കുക. ചെറിയ തെറ്റുകളോ മിസ്റ്റേക്സോ നമ്മുടെ ഭാഗത്തും ഉണ്ടാവും, എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവും. സോ അതിനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തെടുക്കാം. ഓക്കെ, അതും ആൻഡ് നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ യെസ് യു ആർ ഗുഡ് ഇനഫ്. ഓക്കെ, ആൻഡ് ഇവിടെ യുവർ ഹാർഡ് വർക്ക് ഇസ് പേയിങ് ഓഫ് എന്ന് പറയുന്നുണ്ട്. സി, നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം കൊടുത്ത എഫേർട്ട്, സ്നേഹം ഒന്നും വേസ്റ്റ് ആവില്ല ഒരിക്കലും. ഓക്കെ, അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. എല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏതെങ്കിലും വഴിക്ക് തീർച്ചയായിട്ടും അത് തിരിച്ച് കിട്ടുകയും ചെയ്യും. ആൻഡ് ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ പറയുന്നുണ്ട്. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് കാര്യങ്ങളെ ആക്ച്വലി നമ്മുടെ ഹാങ്മാൻ പറയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ കാണുക എന്നുകൂടിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരും. ആൻഡ് നിങ്ങളോടും പറയുന്നത് ഇപ്പോൾ സാഹചര്യങ്ങളെ ഒന്ന് എന്താ പറയുക, നിങ്ങളിപ്പോൾ എന്നോട് മിണ്ടുന്നില്ല അല്ലെങ്കിൽ പിണങ്ങി ആ രീതിക്ക് ചിന്തിക്കാതെ കുറച്ച് ശരിക്കും എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, പ്രാക്ടിക്കലി ചിന്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അത് നിങ്ങളെ കുറ്റപ്പെടുത്തി ആദ്യം ഫസ്റ്റ് അത് ചെയ്യാതിരിക്കുക എന്ന് മാത്രമല്ല. ഓക്കെ, മേ ബി അവരുടെ ലൈഫിൽ കൂടി എന്തെങ്കിലും ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ നിൽക്കുക. എന്ന് വെച്ചാൽ അവർ പുറകെ പോകാനല്ല പറയുന്നത്. ഓക്കെ, സമാധാനമായിട്ടിരിക്കുക, പേഷ്യൻസ് വെച്ചിരിക്കുക, ക്ഷമയോടെ ഇരിക്കുക. ആൻഡ് അവർ വരട്ടെ, വന്ന് സംസാരിക്കാൻ വരട്ടെ. ഓക്കെ, ലക്ക് ഈസ് ഓൺ യുവർ സൈഡ് എന്ന് പറയുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ലക്ക് നിങ്ങളുടെ ഭാഗത്തുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് വരും എന്ന രീതിക്ക് തന്നെയാണ്. ആക്ച്വലി ഇത് രണ്ടും ന്യൂ മൂൺ ആണ്. ആൻഡ് ബാക്കി 3 ഫുൾ മൂൺ വന്നിട്ടുണ്ട്. സോ ഈ ഫുൾ മൂൺ സൈക്കിൾസ് ഓക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവരും. ഓക്കെ, ആൻഡ് ന്യൂ മൂൺ ഫുൾ മൂൺ രണ്ടും പറയുന്നുണ്ട്. സൈക്കിൾസ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, 3 എനർജി നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കൂടിയാണ്. സോ നിങ്ങൾ ആ സമയങ്ങളിൽ പ്രത്യേകം നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടത്. ഓക്കെ, സോ രണ്ടുപേരും ആ സമയത്ത് എഫക്റ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഒരു പ്രത്യേകിച്ച് ഫുൾ മൂൺ ന്യൂ മൂൺ സമയങ്ങളിൽ അവരുടെ നിന്ന് ഒരല്പം മാറി നിൽക്കാൻ പറ്റുക അത്രയും നല്ലത്. ആൻഡ് അത് മാത്രമല്ല കുറച്ച് നിങ്ങളെ തന്നെ ഇമോഷൻസിനെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക, പ്രാക്ടിക്കലായിട്ടൊക്കെ ഒന്ന് ചിന്തിക്കാൻ പഠിക്കുക. ഓക്കെ, ഇമോഷൻസിനെ ഒരല്പം കൺട്രോൾ വയ്ക്കൂ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന്. ജസ്റ്റ് ഒരു ഓക്കെ, ആൻഡ് സബ്സ്ക്രിപ്ഷൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതിൽ കുറച്ചുകൂടി ഞാൻ സെൽഫ് ലവിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ചൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ലൈവ് റീഡിങ് കൂടി വയ്ക്കും. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരം വീക്ക്ലി വൺസ് അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.